രക്ഷയില്ലാത്ത അഭിനയം. അതുപോലെ ജഗദീഷ് എല്ലാം തകർത്തു, എല്ലാവരും തകർത്തു. അടിപൊളി സിനിമ. നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് ജയറാം നന്നായിട്ടുണ്ട്. കുറേ ലേയേഴ്സ് ഉള്ള സിനിമയാണ്. നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. മീൻ ഇത് കുറേ ലേയേഴ്സ് ഉണ്ട്, അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ജയറാമിൻ്റെ ഒരു കമ്പാക്ക് എന്നൊക്കെ പറയുന്നത് കൈൻഡ് ഓഫ് അതായത് നന്നായിട്ടുണ്ട്. അത് മമ്മൂട്ടി അതും നല്ല ലെങ്ത് ഉള്ള റോളാണ്, അടിപൊളിയായിട്ടുണ്ട്. ജയറാമിന് വമ്പൻ തിരിച്ചു വരവ്. പിന്നെ ഡയറക്ടറുടെ സിനിമയാണ്. മിഥുൻ തോമസിൻ്റെ പറയേണ്ട കാര്യമില്ല. മമ്മൂക്കേൻ്റെ ഒരു രക്ഷയില്ലാത്ത അഭിനയം. അതുപോലെ ജഗദീഷ് ഒരു രക്ഷയില്ല. ഒരു ഭയങ്കര വേറെ രീതിയിലൊരു പടമായിരുന്നു. നല്ലതാണ്. മിക്കവാറും ഒരുപാട് ദിവസങ്ങൾ ഓടാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ടുണ്ട്. സൂപ്പർ. നല്ല സിനിമയായിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്, കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. കണ്ടറിയട്ടെ എല്ലാവരും, അതല്ല രസം. കൂടുതൽ സസ്പെൻസ് പറഞ്ഞാൽ അതിൻ്റെ അത് എഫക്റ്റീവ് ഇല്ലേ. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. നല്ലതായിരുന്നു. മിഥുൻ മാനുവൽ നന്നായി ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനും സ്റ്റോറി എല്ലാം നല്ലതാണ്. സർപ്രൈസ് അല്ലേ അതിനെ പൊളിക്കുന്നത്. അല്ല ത്രില്ലിംഗ് വെച്ചാൽ നല്ല ത്രില്ലിംഗ്. മമ്മൂട്ടി എക്സ്പീരിയൻസ്. നല്ല സിനിമ, ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും നേരിട്ട് കാണണം. താരങ്ങളെല്ലാം തകർത്തു, എല്ലാവരും തകർത്തു. അടിപൊളി സിനിമ. അതിലുള്ള സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നേരെ തിയേറ്ററിൽ പോയി കാണുക. പറഞ്ഞാൽ പോയി. എല്ലാം നല്ല എക്സ്പീരിയൻസ്, നല്ല രസമുള്ള സിനിമ. ത്രില്ലിംഗ് ആണ്. നല്ല സിനിമ. അതെ, അടിപൊളിയുണ്ട്. ജയറാം ഭയങ്കര ഡിഫറെൻറ്റ് പെർഫോമൻസ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് ജയറാമാണ്. ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് റോൾ. ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ പുള്ളിയുടെ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. കാരണം നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം കുറേ നാളായല്ലോ ജയറാമിനെ ഇങ്ങനെ കണ്ടിട്ട്. ഇങ്ങനെയല്ല, ഈ ഒരു റോളിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിക്ക് മുമ്പ് നമുക്ക് ജയറാം എന്തായിരുന്നു എന്ന് നമ്മളുടെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഏജിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ജയറാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ ഒരു നല്ലൊരു കമ്പാക്കാണ്. സസ്പെൻസ് അത് നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്താൽ ശരിയാവില്ല. അതൊരു അന്യായ ഒരു സീനാണ്. അത് പ്യുവർ ഗൂസ് ബംസ് ആണത്. അത് നമ്മളപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയണം. അടിപൊളിയാണ്, പുള്ളി സൂപ്പറാണ്. പക്ഷേ ആ ഒരു സീൻ ഭയങ്കര ഹെവി സീനാണ്. ഭയങ്കര മൈലേജാണ് ഈ പടത്തിന് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക്സ്.